പരിശുദ്ധാത്മാവ് അല്ല, ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവെന്ന ദൈവം തടഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക്, അധർമ്മത്തിൻ്റെ മർമ്മം പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് വരണമെങ്കിൽ അവനെ ആ അധർമ്മത്തിൻ്റെ മർമ്മത്തിനെതിരായി പോരാടുന്ന ശക്തിയാകുന്ന പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് തൻ്റെ സഭയെ കൊണ്ടുപോയ ശേഷം അവൻ പൂർണ്ണ ശക്തിയോടെ വെളിപ്പെടും. അത് കർത്താവിൻ്റെ വരവിന് ശേഷം എതിർ ക്രിസ്തു വെളിപ്പെടുന്നതോടുകൂടെ അവൻ്റെ ശക്തിയും പൂർണ്ണമായി വെളിപ്പെടും. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴേ ആ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആദിമ നൂറ്റാണ്ടിൽ തന്നെ ആ ശക്തി വ്യാപരിച്ചുകൊണ്ട് ഇപ്പോൾ ദൈവസഭയിൽ ആ ശക്തി വളരെ തന്ത്രത്തോടുകൂടെ പ്രവേശിച്ചിരിക്കുകയാണ്. വളരെ തന്ത്രത്തോടുകൂടിയാണ് ദൈവസഭയിലും ആ ശക്തി പ്രവേശിച്ചിരിക്കുന്നത്. അത് ദൈവമക്കൾ ആത്മാവിൽ, ദൈവദാസന്മാർ ആത്മാവിൽ വിവേചിച്ചെങ്കിൽ മാത്രമേ ആ ശക്തിയെ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവസഭകളിലും അതെങ്ങനെയാണ് തന്ത്രത്തോടെ പ്രവർത്തിച്ച് കാര്യങ്ങൾ നടത്തുന്നത്. ഉദാഹരണമായി ആരാധനയിലും ആ ശക്തി പ്രവേശിച്ചിരിക്കുക. യഥാർത്ഥമായ ആരാധന എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുമ്പോൾ ദൈവാത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. പരിശുദ്ധാത്മാവ് വന്ന ശേഷമാണ് യഥാർത്ഥ ആരാധന ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ ദാവീദ് നൃത്തം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നൃത്തം തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിൽ അല്പമേ ഉള്ളൂ. എന്നാൽ അമേരിക്കൻ പ്രദേശങ്ങളിലാണെങ്കിൽ അത് നൃത്തം കൂടാതെ ഇപ്പോൾ ആരാധന ഇല്ലാത്ത നിലയിൽ വന്നിരിക്കുകയാണ്. ഫുൾ ഗോസ്പൽ ചർച്ചസിൽ നൃത്തം, അവിടെ അതിനുവേണ്ടി ആളുകളെ നൃത്തം ചെയ്യുവാൻ ഒരുക്കി പ്രാക്ടീസ് ചെയ്യിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ആത്മാവിലുള്ള ആരാധനയെ ഇമോഷണലായി മനുഷ്യൻ്റെ വികാരത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക. അതുകൂടാതെ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് നമ്മുടെ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. മ്യൂസിക് ഉപയോഗിക്കുന്ന ആത്മാവിൽ കൂടെ പാട്ടുകളുടെ ഈണത്തിന് വേണ്ടി മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കാം. എന്നാൽ ഇന്ന് ക്രമേണ ആ പാട്ടുകൾ കഴിഞ്ഞും ആളുകളെ ആത്മാവിൽ ഇളക്കുന്നതിന് വേണ്ടി ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ക്രമേണ ഞാൻ കോട്ടയത്തിനടുത്തുള്ള ഒരു സ്ഥലമുണ്ട്, വാകത്താനത്ത് യോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാകത്താനത്ത് കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ യോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്നാനപ്പെടാൻ പലരും മുൻപോട്ട് വന്നു. ഞായറാഴ്ച രാവിലെ സ്നാനമാണ്, ശനിയാഴ്ച സ്നാനപ്പെടാൻ തിരിച്ചു. അപ്പം ഞായറാഴ്ച രാവിലെ അപ്പോൾ ആ സ്നാനത്തിന് വേണ്ടി ക്ലാസ് എടുക്കുമ്പോൾ അതിലൊരു യുവ സഹോദരൻ ഒത്തിരി തലമുടി നീട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പം അവന് സ്നാനപ്പെടാനായി മുൻപോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദര, നിനക്ക് ഈ തലമുടി മുറിച്ച് കളയുന്നതിൽ ഇത്ര നീളമായിരിക്കുന്നത് നന്നല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആ സഭയുടെ പാസ്റ്റർ എന്നെ വന്ന് തൊട്ടിട്ട് പറഞ്ഞു, പാസ്റ്ററെ, അത് മാത്രം പറയരുത്, അതെൻ്റെ മകനാണ്. അവൻ ഇതുവരെയും സ്നാനത്തിന് വേണ്ടി ഒരുങ്ങി, ഇന്ന് അവൻ സ്നാനത്തിന് വേണ്ടി ഒരുങ്ങിയതുകൊണ്ട് ഞങ്ങൾ എത്ര സന്തോഷത്തോടെ, എങ്ങനെയെങ്കിലും അവനങ്ങ് സ്നാനപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ആ മകൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ ആ സഭയിലെ പാസ്റ്ററാണ്, ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്ററാണ്, അദ്ദേഹത്തിന് ഒരു മകനേ ഉള്ളൂ. അദ്ദേഹം പറയാണ്, പാസ്റ്ററെ, ഇതുവരെ ഇവിടെ നടന്ന ആത്മപ്രവർത്തനമല്ല എൻ്റെ ഗിത്താറിനായിരുന്നിരുന്നത്. ഞാൻ ഗിത്താർ സ്പീഡോടെ ഇരിക്കുമ്പോൾ ഇവരെല്ലാം ചാടും. ഞാൻ ഗിത്താറിൻ്റെ സ്പീഡ് കുറയ്ക്കുമ്പോൾ അവരുടെ സ്പീഡും കുറയും. എന്നാൽ നിങ്ങൾ വന്നതിന് ശേഷം പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർ മാത്രമേ ഉപയോഗിക്കാൻ, അതുകൊണ്ട് എനിക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ലായിരുന്നു, ഞാൻ ഉപയോഗിച്ചില്ല. യഥാർത്ഥ ആത്മപ്രവർത്തനം കാണുവാൻ എനിക്ക് മനസ്സിലായി. അപ്പോൾ യഥാർത്ഥ ആത്മാവ് ഏതാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മുടി എത്ര ചെറുതായിട്ട് മുറിക്കാൻ ഒരുക്കമാണെന്ന് പറഞ്ഞു. ഒടുവിൽ തന്നെ ആ സഹോദരൻ പോയി ഞായറാഴ്ച ആയണയ്ക്ക് കട തുറന്ന് മുടി വെട്ടിയേച്ചു വന്നു. ഞാൻ പറഞ്ഞു, ഇതിന് സമർപ്പണമെങ്കിൽ പിന്നെ വെട്ടിയാലും മതിയെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ മുടി വെട്ടിച്ചേ സ്നാനപ്പെടുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ആ പാസ്റ്ററുടെ ചർച്ച് ഓഫ് ഗോഡിലെ ആ സഭാ ശുശ്രൂഷകൻ്റെ മകൻ
കൊയർ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. അപ്പോൾ അവൻ പറയുന്നത് എന്താണ്? എല്ലാവരുടെയും മുൻപിൽ വെച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഇമോഷൻ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഫാൻ കറങ്ങുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കിയായിട്ട് ഈ ഫാൻ കറങ്ങുന്നില്ല. ഈ ഫാൻ കറങ്ങാതിരിക്കുന്നത് എന്താണ്? കറണ്ട് വന്നില്ല. സ്വിച്ച് ഇട്ടാൽ ഈ ഫാൻ കറങ്ങും. ഇത് ഓഫ് ചെയ്താലും കുറച്ച് നേരം ഈ ഫാൻ എന്ത് ചെയ്യും? കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ ആ ഫാനോട് ചോദിക്കാം, ഫാനെ നീ എന്തുകൊണ്ടാണ് ഇപ്പോഴും നീ കറങ്ങുന്നത്? മുൻപേ കറങ്ങിയില്ലല്ലോ, ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ ഞാൻ കറങ്ങിയതുകൊണ്ട് ഇപ്പോഴും അങ്ങ് കറങ്ങുകയാണ്. അങ്ങനെ നാം മനുഷ്യരാകുന്ന നാം നമ്മുടെ ഇമോഷനിൽ, നമ്മുടെ പ്രാണനിൽ, നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ഓർമ്മയിൽ ഈ അന്യഭാഷ വാക്കുകളുണ്ട്. അതുകൊണ്ട് ഗിത്താറെല്ലാം അടിക്കുമ്പോൾ കാലും കൈ ഇളകി പപ്പട്ടട്ടട്ടട്ടങ്ങ് പറയും. അങ്ങനെ അറിയാതെ അങ്ങ് പറയും. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എനിക്ക് ആത്മാവ് ഉണ്ട്, ഞാനും അന്യഭാഷ പറഞ്ഞു എന്നാണ്. എന്നാൽ വാസ്തവത്തിൽ അന്യഭാഷയിൽ സംസാരിക്കുന്ന ആരോടാണ് സംസാരിക്കുന്നത്? ദൈവത്തോട് സംസാരിക്കുന്നു. അപ്പോൾ ഇമോഷണലാകുന്ന പാട്ടുകാരുടെ കൂടെ ഈ 10 കൊമ്പും 7 തലയുമുള്ള അധർമ്മമൂർത്തി പ്രവേശിച്ചിരിക്കുകയാണ് സഭകളിൽ. ഈ 10 കൊമ്പും 7 തലയുമുള്ള ശക്തി എന്ത് ചെയ്യുകയാണ്? പ്രവേശിച്ചിരിക്കുകയാണ്. പ്രവേശിച്ചിട്ട് സഭയെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അപ്പോൾ കൂട്ടത്തിൽ വന്നു എല്ലാവരും എഴുന്നേറ്റിരുന്ന് പാട്ടുപാടി മത്താച്ചനും ചാക്കോച്ചനും മറിയാമ്മയും ദൈവത്തെ ദുഃഖിപ്പിച്ചു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പോയി ദൈവത്തെ ദുഃഖിപ്പിച്ചു. എന്നാലും ഈ ഗിത്താറിൻ്റെ ഓർഗൻ്റെ ശബ്ദം കൊണ്ട് കൈയും കൊട്ടി ടമ്മ ടൊക്ക ടൊക്ക ബട്ട കട്ട ബട്ട എന്ന് കുറച്ച് നേരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിചാരിക്കും എൻ്റെയിലും ആത്മാവുണ്ടെന്ന് പറഞ്ഞ് എന്തു ചെയ്യും? പോകും. വാസ്തവത്തിൽ അവർ ദൈവമായിട്ട് എന്തില്ല? യാതൊരു സമ്പർക്കവുമില്ല. ഒരു കാര്യം കൂടെ പറയാം. ഞാൻ അമേരിക്കയിൽ ഒക്ലഹോമയിൽ ജോൺ കീത്തിൻ്റെ വലിയൊരു ഓഡിറ്റോറിയം, വലിയ സഭയാണ്. അവിടെ വർക്കേഴ്സ് മീറ്റിംഗാണ്, പാസ്റ്റേഴ്സിൻ്റെ കോൺഫറൻസാണ്. പാസ്റ്റേഴ്സ് കോൺഫറൻസിന് എന്നെ പ്രസംഗിക്കാനായിട്ട് അവർ വിളിച്ചു. നേരത്തെ പ്ലാൻ ചെയ്തു. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം രാവിലെ എന്നെ അവർ സ്റ്റേജിലിരുത്താതെ മുൻപിലത്തെ വരിയിൽ നല്ല ഇതിൽ അവിടുത്തെ എല്ലാ നല്ല അമേരിക്കൻ രീതികളും അറിയാമല്ലോ, എല്ലാം നല്ല സോഫ സെറ്റ് പോലുള്ള നല്ല കസേരകളാണ് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ 69 പേരടങ്ങുന്ന ഒരു കൊയർ നിന്ന് പാടുക. 69 പേരാണ്. എല്ലാവരും പുതിയ ആ കൊയറിൻ്റെ വസ്ത്രമെല്ലാം ധരിച്ച് ചാടി അത് മുഴുവൻ ഇളക്കി പാടുക. അപ്പോൾ ഞാൻ അവിടെ പഠിപ്പിക്കാനായി ചിന്തിച്ചിരുന്ന വിഷയം വേറെ ആയിരുന്നു. എന്നാൽ അവിടെ ചെന്നപ്പോൾ പർവ്വതത്തിലെ മാതൃക എന്നതിനെക്കുറിച്ച് ഞാൻ പറയുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രേരിപ്പിച്ചു. ആ സഭയിൽ ജോൺ കീത്തിൻ്റെ കൂടെ ഒരു സഭയിൽ തന്നെ 11 പാസ്റ്റർ, ജോൺ കീത്തിനെ കൂടെ ചേർത്ത് 12 പാസ്റ്റർമാരാണ് ആ സഭയിൽ ശുശ്രൂഷിക്കുന്നത്. ഒത്തിരി ആളുകളുള്ളത്, വേലക്കാരും ഒത്തിരിയുണ്ട്. പർവ്വതത്തിലെ മാതൃക പ്രകാരം ആരാധനയെക്കുറിച്ചും ദൈവത്തിൻ്റെ ആരാധനയും അതുപോലെ മോശ സകലതും ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ മേഘം തിരുനിവാസത്തിൽ നിറഞ്ഞു. അപ്പോൾ അതിപരിശുദ്ധ സ്ഥലത്തു നിന്ന് അഗ്നി പുറപ്പെട്ട് പ്രാകാരത്തിൽ വെച്ചിരുന്നതായ യാഗവസ്തുവിനെയും ദഹിപ്പിച്ചു എന്നുള്ളതിനെ ആസ്പദമാക്കി ഞാൻ പറയുകയാണ്. അതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവിൽ തീയുണ്ട്. 120 കാത്തിരുന്നവരിൽ തീയുണ്ട്. അവരിൽ ആദ്യമേ അഗ്നിനാവ് പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. പിന്നെ അവർ അന്യഭാഷയിൽ സംസാരിച്ചു. അതുപോലെ പരിശുദ്ധാത്മാവ്, യോഹന്നാൻ പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ ആത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ അകത്തെ മനുഷ്യനിൽ ദൈവത്തിൻ്റെ തേജസ്സും നിങ്ങളുടെ പുറമേയുള്ള മനുഷ്യനിൽ ദൈവത്തിൻ്റെ അഗ്നിയുമാണ് കത്തേണ്ടത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉടനെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചാൽ പാസ്റ്റർ ജോൺ കീത്തും പുള്ളിക്കാരൻ്റെ 11 പാസ്റ്റർമാർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല കാർപ്പറ്റൊക്കെ വെച്ച് വന്നാൽ നെടുമ്പാട് വീണാൻ കരയാൻ തുടങ്ങി. ദൈവമേ, ഞങ്ങൾ നിൻ്റെ മാതൃക തെറ്റിച്ചാണ് ഇതെന്ന്. അവർ വീണ് കിടന്നപ്പോൾ മറ്റൊരു ഓഡിറ്റോറിയത്തിലുള്ളവരെല്ലാവരും വീണു. അങ്ങനെ ഇരിക്കുമ്പോൾ പുറകിൽ 10-12 പാസ്റ്റർമാരിയ്ക്കുന്നു, ഇന്ത്യക്കാരായ പാസ്റ്റർ IPCയിലെ പാസ്റ്റർ ജോർജ് വർഗീസും അവരെല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം ഇരിക്കുന്നത്. അവർ പറയാണ്, കറുത്ത ഒരു മനുഷ്യനെ ഇവരെ ആദരിച്ചത് ഇപ്പോഴാദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനു മുമ്പ് കറുത്ത മനുഷ്യർക്ക്. ഞാൻ പറഞ്ഞു, എന്നെ ആദരിച്ചതല്ല, ദൈവത്തിൻ്റെ കൃപ. അന്ന് വൈകിട്ടത്തെ യോഗത്തിന് അവർ വന്നപ്പോൾ അതിൻ്റെ കൊയർ ലീഡർ വന്നിട്ട് മറ്റിനുമ്പ് ധരിച്ച വസ്ത്രമൊക്കെ വിവരിക്കാൻ ഒക്കുകയില്ല. അത്ര നല്ല വസ്ത്രം ധരിച്ച് ശുഭ്രമായ രീതിയിൽ ലിപ്സ്റ്റിക്കുമില്ല, ഒന്നുമില്ല, ഭംഗിയായിട്ട് വന്നു. എന്നോട് ചോദിക്കാൻ എന്നെ പാടാൻ അനുവദിക്കുമോ?
ഞാൻ പറഞ്ഞു കർത്താവ് പ്രേരണ തരില്ല. അവർ സ്റ്റേജിൽ നിന്ന് പഴയ പാട്ടുകൾ കണ്ണുനീരോടുകൂടെ പാടിയപ്പോൾ എന്ത് വലിയ അനുഗ്രഹമായിരുന്നു. അത് ജോൺ കീത്ത് പറയുകയാണ്, പാസ്റ്റർ നീ എന്താ നേരത്തെ വരാഞ്ഞത്, നേരത്തെ വന്നാലും ഞങ്ങൾക്ക് ഇത്ര അബദ്ധം പറ്റുകയില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ആരാധനയിൽ ഈ 10 തലയും 7 കൊമ്പുള്ളവൻ കയറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്തു ചെയ്യുന്നു? അല്പമായി തടയുന്നു. അത് മനസ്സിലാക്കി പോകുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. അല്ലെങ്കിൽ ഇമോഷണലായിട്ടിങ്ങ് കാര്യങ്ങളങ്ങ് വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഗോഡ് ടി വിയിലും അല്ലെങ്കിൽ മറ്റുള്ള ഇതിൽ TBNലൊക്കെ നോക്കിയാൽ നിങ്ങൾ കാണാം ടെലിവിഷനിൽ കൂടെ എങ്ങനെയുള്ള ആരാധനകളാണ് നടക്കുന്നത്. അതുപോലെ യോങ്കിച്ചോ യുടെ ആരാധന, കൊറിയയിലുള്ള യോങ്കിച്ചോയുടെ അവർ എല്ലാം ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ആരാധന എന്ന് പറയുന്നത്, കർത്താവ് നമ്മൾക്ക് ആരാധന തന്നിരിക്കുന്നത് നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ ഇടകലരണം. നമ്മുടെ ശരീരത്തിൽ വെയിൻ ഉള്ളതുപോലെ ഒരു വെയിനിൽ കൂടെ രക്തം നമ്മുടെ ശരീരത്തിൽ വരുന്നു, വേറൊന്നിൽ കൂടെ രക്തം മടങ്ങിപ്പോകും. ആ മടങ്ങിപ്പോകുമ്പോൾ കിഡ്നിയിലും ലങ്സിലും എല്ലാം കൂടെ അത് ശുദ്ധീകരിക്കപ്പെടും. അതുപോലെ നാം ആത്മാവിൽ ആരാധിക്കുമ്പോൾ നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ ഇടകലരുമ്പോൾ നമ്മിലുള്ള നിരാശയും പ്രയാസവും ഭയവും എല്ലാം മാറി നാം ഉന്മേഷമുള്ളവരായിത്തീരും. അങ്ങനെ അതാണ് യഥാർത്ഥ ആരാധന. നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും കൂടെ ഇടകലർന്നു. ആ ആത്മാവിൽ ദൈവത്തിൻ്റെ അഗ്നി ഉള്ളതുകൊണ്ട് ആ അഗ്നി അനുഭവപ്പെടുമ്പോൾ മനുഷ്യരെ ദുഃഖിപ്പിച്ചതും നമ്മളെ സംസാരത്തിലുള്ളതായ ഒരു സൈഡിൽ ആരാധന നടന്നുകൊണ്ടിരിക്കും, മറ്റേ സൈഡിൽ കുറ്റങ്ങൾ ഓർത്ത് കരച്ചിലായിരിക്കും വരുന്നത്. അപ്പം ദഹനവും നടക്കണം. നിങ്ങൾ വാസ്തവമായ ആത്മനിറവ് പ്രാപിച്ചവർക്ക് അനുഭവം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കങ്ങനെയുണ്ട്. ഞാൻ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ചിലപ്പോൾ ആത്മാവിൽ സന്തോഷിക്കുമ്പോൾ കരച്ചിലൂടാണ് വരുന്നത്. കർത്താവേ ഞാൻ ആ തെറ്റ് ചെയ്തല്ലോ. അപ്പോൾ അഗ്നി പുറമേയുള്ള മനുഷ്യനിൽ കത്തുന്നു, പ്രാണനിൽ അഗ്നി കത്തുന്നു, അകമേയുള്ള മനുഷ്യനിൽ ദൈവത്തിൻ്റെ തേജസ് വരുന്നു. അതാണ് യഥാർത്ഥ ആരാധന. അത് വരാതിരിക്കാനാണ് ഇളക്കപ്പെരുക്കത്തിലുള്ള ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഒരു തെറ്റുമില്ല. എന്നാൽ ആളുകളുടെ വികാരത്തെ ഇളക്കാൻ ഇൻസ്ട്രുമെൻ്റ് ഒന്നും എന്ത് ചെയ്യരുത്, ഉപയോഗിക്കാതെ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിച്ചങ്ങനെയാണ്. അപ്പോൾ ഈ ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭകളിൽ. മനസ്സിലായല്ലോ? ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാം. ഇരുന്നോണ്ട് ചോദിച്ചാട്ടെ. അതിനെക്കുറിച്ച് ഞാൻ ഇന്നിപ്പോൾ ക്ലാസ്സിലത് വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ശാരീരികമായ റോമാലേഖനം 8:28 പറയുമ്പോൾ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. 2 കൊരിന്ത്യർ 4:16 കൂടെ വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 4:16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. दूसरा कोरिन्थी 4:16. ശ്രദ്ധിച്ചാട്ടെ. നമ്മുടെ പുറമേയുള്ള മനുഷ്യനെ ക്ഷയിപ്പിച്ചെങ്കിൽ മാത്രമേ അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുകയുള്ളൂ. അപ്പോൾ രോഗത്തിൽ കൂടെ ഒരു പക്ഷെങ്കിൽ കർത്താവ് നമ്മുടെ പുറമേയുള്ള മനുഷ്യനെ എന്ത് ചെയ്യുമായിരിക്കും? ക്ഷയിപ്പിക്കുവാനായി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളത് കൊണ്ട് രോഗം ഒരു പക്ഷേ മാറിയെന്ന് വരികയില്ല. 2 കൊലോസ്യർ 1:24 വായിച്ചാട്ട്. കൊലോസ്യർ 1:24. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ക്രിസ്തു സഹിച്ച കഷ്ടം കുറവായുള്ളത് ഞാൻ എൻ്റെ ശരീരത്തിൽ
സഭയ്ക്ക് വേണ്ടി പൂരിപ്പിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മുഴുവൻ വിലയും കർത്താവ് കൊടുത്തു കഴിഞ്ഞു. എന്നാൽ വീണ്ടും നമ്മൾ കഷ്ടപ്പെടുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അത് മനസ്സിലാകണമെങ്കിൽ 2 കൊരിന്ത്യർ 1:4 മുതൽ വായിച്ചാൽ 2 കൊരിന്ത്യർ 1:4 മുതൽ 2 Corinthians chapter 1 verse 4 onwards. दूसरा कोरिन्थी 1:4 से. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിനുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിന് രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നു എങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങൾ സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. കഷ്ടത എന്നുള്ളത് ഒരു ശുശ്രൂഷ കൂടാണ്. ഫിലിപ്പിയ ലേഖനം 1:29 വായിച്ചാട്ട്. ഫിലിപ്പിയ ലേഖനം 1:29. ഫിലിപ്പിയൻസ് 1:29. ഫിലിപ്പി 1:29. അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. കഷ്ടം അനുഭവിക്കുന്ന കഷ്ടതയാകുന്ന വരം. ആത്മാവിൻ്റെ 9 വരങ്ങൾ നാം വായിക്കുന്നു. അതിൻ്റെ കൂടെയുള്ളത് 10ാമത്തെ വരമാണ് കഷ്ടതയാകുന്ന വരം. ദൈവകൃപയാൽ ഈ ആത്മാവിൻ്റെ 9 വരങ്ങളും അനുഭവിപ്പാനും ശുശ്രൂഷിപ്പാനും കർത്താവ് എനിക്ക് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു പല വർഷങ്ങളായി. എന്നാൽ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള വരം എന്ന് പറയുന്നത് 10ാമത്തെ വരമാകുന്ന കഷ്ടതയാകുന്ന വരം. എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞത് മറ്റ്9 വരങ്ങളും ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ ജഡം ഒന്ന് അഹങ്കരിക്കാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചില്ലെങ്കിൽ ജഡം ഒന്നെന്ത് ചെയ്യും. എന്നാൽ ഈ 10ാമത്തെ വരം കഷ്ടതയാകുന്ന വരം അനുഭവിക്കുമ്പോൾ അതൊട്ടും അഹങ്കരിക്കുകയില്ല. ഈ മറ്റ് 9 വരങ്ങളും ഈ ബലൂൺ പോലെ അങ്ങ് വീർക്കും. പ്രവചനവരം, വ്യാഖ്യാനവരം, രോഗശാന്തിവരൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അങ്ങ് വീർക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ കഷ്ടതയാകുന്ന വരമാണെങ്കിൽ എല്ലാം സുഷിരം നിറഞ്ഞ ഒരു വീർപ്പും വരികയില്ല. അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉടനെ കർത്താവ് മറുപടി തരാതിരിക്കുന്നത് ആ കഷ്ടതയാകുന്ന ആ വരം കൊണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? റോമാലേഖനം 5:17 വായിച്ചാൽ. റോമാലേഖനം 5:17. ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അപ്പോൾ അങ്ങനെ കഷ്ടങ്ങൾ വരുമ്പോൾ കൃപ ധാരാളമായി പ്രാപിക്കണം. കർത്താവേ എനിക്ക് കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ധാരാളമായി കർത്താവ് കൃപ തരും. ഞങ്ങൾക്ക് വടക്കേ ഇന്ത്യയിൽ ഡൽഹിയിൽ ഒരു സഹോദരൻ, ഒരു കർത്താവിൻ്റെ ദാസനുണ്ട്. അദ്ദേഹം ഇപ്പോൾ 14-15 വർഷമായി കിടക്കയിലാണ്. നാരായണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹിന്ദുക്കളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നതാണ്. വളരെ ഇങ്ങനെ കുനിഞ്ഞ അവസ്ഥയായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ നിവർന്നു കിടന്നു. എന്നാൽ ഇപ്പോൾ കിടക്കയിൽ കിടന്നിട്ട് ഇപ്പോൾ 14 വർഷം കഴിഞ്ഞു. കൈ കാല് പോലും അനക്കാൻ ഒക്കുകയില്ല. അദ്ദേഹത്തിന് ചൊറിയാൻ പോലും കഴിയില്ല. ആഹാരം കഴിക്കണമെങ്കിൽ ആരെങ്കിലും കോരി കൊടുക്കണം. അതുപോലെ ഒന്നും തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഇവിടെ മുതൽ മുഴുവനും നല്ല ആരോഗ്യമാണ്. നല്ല പോലെ പ്രസംഗിക്കും. കിടന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അവരുടെ വീട്ടിലൊരു നല്ലൊരു സഭയുണ്ട്. ആ സഹോദരൻ്റെ അടുക്കൽ വന്ന് തൻ്റെ ശരീരത്തോളം താൻ പറയും, തൊട്ടോളാൻ പറയും, താൻ പ്രാർത്ഥിക്കും, തൊടുന്നവർ സൗഖ്യമാവും, പ്രാർത്ഥിക്കും. എന്നാൽ തൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടാൽ ഒന്നും ചെയ്യാൻ ഒക്കുകയില്ല. ഞാൻ അവന് വചനം പഠിപ്പിച്ചു. ഇത് പഠിച്ചപ്പോൾ അവൻ എന്ത് സന്തോഷത്തോടാണ് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മകൾ നമ്മുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്, ടീമിൽ വന്നിട്ടുണ്ട്. അവരെല്ലാം ഹിന്ദുക്കളിൽ നിന്ന് വന്നവരാണ്. അവരുടെ ജ്യേഷ്ഠ സഹോദരൻ ഹിന്ദുക്കളുടെ വലിയ പൂജ, അവരുടെ ഓരോ കഥാപ്രസംഗങ്ങളൊക്കെ നടക്കും, വലിയ പാട്ട് പാടുന്നവരും നൃത്തം ചെയ്യുന്നവരൊക്കെ ആയിരുന്നു. അങ്ങനെ അവർ രക്ഷിക്കപ്പെട്ടു വരാനിടയായി. അപ്പോൾ ആ സഹോദരനെ നിങ്ങൾ നോക്കിയാൽ അനങ്ങാൻ വയ്യ, ഒന്നും വയ്യ, സന്തോഷത്താൽ നിറഞ്ഞ് ഇരിക്കുകയാണ്.
1 2 അല്ല, ഇപ്പോൾ 14 വർഷം കഴിഞ്ഞു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, വളഞ്ഞു കിടന്ന ഇവൻ നിവർന്നു കമ്മില്ല, എന്തുകൊണ്ടാണ് ഇവനെ എഴുന്നേൽപ്പിക്കാൻ കഴിയാത്തത്? കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ അവന് മതി. അപ്പോൾ ആവശ്യത്തിന് കൃപ ദൈവം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഈ രോഗമൊക്കെ കർത്താവ് അനുവദിക്കുന്ന നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. നമ്മുടെ പുറമേയുള്ള മനുഷ്യനിലുള്ള ജഡം ഓരോന്നോരോന്നും മാറി നാം പൂർണ്ണത പ്രാപിക്കുവാൻ. അങ്ങനെ നമ്മൾ പൂർണ്ണത പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് നമ്മൾ സാക്ഷികളായിത്തീരും. എങ്ങനെയാണ് മറ്റുള്ളവർ സാക്ഷിയായിത്തീരുന്നത്? സഹോദര, ഞാനിങ്ങനെയുള്ള രോഗത്തിൽ കൂടെ കടന്നുപോയി ശുദ്ധീകരണം പ്രാപിച്ചതാണ്, നിനക്കും ഇത് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതുകൊണ്ട് നിരാശപ്പെടാതെ ഇരിക്കുക. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ അവർ എന്തു ചെയ്യും? ആ സഹോദരന്, കർത്താവെ, നീ എന്നെ എന്താണ് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ഈ തലവേദന കൊണ്ട് നീ എന്നെ എന്താണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ വയറുവേദന കൊണ്ട് എന്താണ് നീ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ, ഈ വേദന കൊണ്ട്, ഈ രോഗം കൊണ്ട് നീ അവരെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇപ്പോൾ സൗഖ്യമാകത്തിൻ്റെ സമയമായിരിക്കാൽ നീ വരെ സൗഖ്യമാക്കണമേ. കാരണം കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായം 1 കൊരിന്ത്യർ 6:19-20 വായിക്കേണ്ട ആവശ്യമില്ല. ഈ ശരീരം കർത്താവെ നീ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ ഈ ശരീരം കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇപ്പോൾ സൗഖ്യമാക്കണമേ എന്ന് പറയുന്നു. അപ്പോൾ ഈ കാര്യം ആഴമറിയാത്തത് കൊണ്ടാണ് പലരും ഇത് ശാപമാണെന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയും ദൈവമക്കളെ വലയ്ക്കുകയും ചെയ്യുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി ശാപമായി തീർന്നു. നാം പുതിയ സൃഷ്ടിയായി തീർന്നു. ഒരു ദൈവത്തിൽ തലമുടി നാര് പോലും ശാപമില്ല, അല്പം പോലും ശാപമില്ല. എന്നാൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ, പ്രയാസങ്ങൾ നമ്മളെ ശുദ്ധീകരണത്തിലേക്ക് നടത്തുന്നു. 2, അതൊരു ശുശ്രൂഷയായി, ഒരു വരമായി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് ദൈവകൃപ പ്രാപിച്ചു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ കൃപ ചോദിക്കുമ്പോൾ, കൃപ പ്രാപിക്കുമ്പോൾ പിന്നെ നിരാശ വരികയില്ല. സ്തോത്രം, സന്തോഷത്തോടുകൂടെ. മനസ്സിലായല്ലോ? ആ ആ ആ ആ ചോദിച്ചാട്ടെ. എന്താ? അതെ, ആ അതെ, ആ അതെ, അതെ, ആ അതെ, ആ മനസ്സിലായി. എന്നെ കർത്താവ് കേരളത്തിലേക്ക് അയച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം ദൈവസഭകളെ യഥാർത്ഥമായ ഉപദേശത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനുള്ളതായ വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ്. വടക്കേ ഇന്ത്യയിൽ ഞങ്ങൾ അല്പം പോലും വിശ്രമമില്ലാതെ, ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ പ്രവർത്തനത്തിലാണ്. ഒരു ദിവസം എനിക്ക് റെസ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് നടക്കുകയില്ല, അങ്ങനെയുള്ള നിലയിലാണ്. എന്നിട്ടും കർത്താവ് വളരെ ശക്തമായി പറഞ്ഞു, ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കേരളത്തിൽ പോയി നീ വചനം പ്രസംഗിക്കണം. കാരണം പല വിധത്തിൽ
ദൈവസഭയിൽ നിന്ന്, ഉപദേശത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. കൃപയാൽ പലവിധമായ പ്രയാസങ്ങളിൽ കൂടെ കർത്താവ് എന്നെ പരീക്ഷകളിൽ കൂടെ നടത്തി പലവിധ കാര്യങ്ങൾ ദൈവത്തിൻ്റെ മഹാകൃപയാൽ എന്നെ പഠിപ്പിക്കുവാനിടയായി. അത് വചനപ്രകാരമാണെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അനുഭവത്തിൽ കൂടെ ഏതാണ് ശരി, ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കുവാനിടയാകും. ഞാൻ നിങ്ങളോട് ഒരു പറയട്ടെ, കോട്ടയത്ത് പള്ളത്ത് വലിയ യോഗം നടന്നുകൊണ്ടിരിക്കുക. ഒരു 10,000-15,000 ആളുകളുണ്ട്. ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നു, വേറൊരാൾ മലയാളത്തിൽ തർജ്ജമ ചെയ്യുന്നു. 7 ദിവസത്തെ യോഗമായിരുന്നു. അതിൻ്റെ 3-ാമത്തെ ദിവസം യോഗത്തിൽ വലിയ ആൾക്കൂട്ടമാണ്. മൈതാനത്തിൽ യോഗം നടക്കുകയാണ്. ഒരു ഭാഗത്ത് സഹോദരന്മാരും സഹോദരിമാരും, ഇടയ്ക്കൊരു വഴിയുണ്ട്. ഞാൻ സ്റ്റേജിൽ നിന്നപ്പം വചനം കൊയറിൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് നിർത്തി ഹാലേലൂയ കോറസ് പാടാമെന്ന് പറഞ്ഞ് പാടി. അപ്പോൾ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പേര് ആത്മാവിലായിരിക്കുമ്പോൾ സ്റ്റേജിൻ്റെ ഫ്രണ്ട് ലൈനിൽ ഒരു സഹോദരി വീൽ ചെയറിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ സഹോദരിയുടെ വാ പോലും അനക്കാൻ കഴിയുകയില്ല. വീൽ ചെയറിൽ ഇങ്ങനെ ഇരിക്കുന്നു. തല ചെന്ന് ആ വീൽ ചെയറിൻ്റെ ഒരു പൊങ്ങിയ അങ്ങനെ സ്പെഷ്യലായിട്ട് അതിനിങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, ഓടണോ എന്ന് ചോദിച്ചു. ഫ്രണ്ട് ലൈൻ ഉടനെ സഹോദരി ഇങ്ങനെ ഒന്ന് തലയാക്കി. ഉടനെ ആ സഹോദരി, ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് ഓടുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ശബ്ദം വന്നതോടുകൂടെ പുള്ളിക്കകത്ത് ശക്തി വന്ന് എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടം ആടുകളുടെ മധ്യത്തിൽ ഓടാൻ തുടങ്ങി. പിന്നാണ് മനസ്സിലായത് 18 വർഷമായി പുള്ളിക്കകത്ത് വീൽ ചെയറിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ സഹോദരിയുടെ ഭർത്താവ് ഒരു പാസ്റ്ററുമാണ്. അപ്പോൾ അവർ വന്ന് ഇത് കണ്ടപ്പോഴത്തേക്ക്, ഈ അത്ഭുതം നടന്നപ്പോഴത്തേക്ക്, ഏതോ ഒരു നല്ല അത്ഭുതം നടന്നല്ലോ എന്നുള്ളൊരു സന്തോഷം എൻ്റെ മനസ്സിൽ വന്നു. അതോടുകൂടെ വലിയൊരഭിഷേകം, വലിയ അഭിഷേകം എന്ന് പറഞ്ഞാൽ തടുത്ത് അവൻ്റെ ശരീരം മുഴുവൻ അങ്ങ് വിറയ്ക്കുകയാണ്. കൈയും കാലും ഉറയ്ക്കാത്ത വലിയൊരു ഭയങ്കര അഭിഷേകം, ഭയങ്കര ശക്തി വന്നു. അതിൻ്റെ കൂടെ കേൾക്കുകയാണ്, പ്രീച്ച് ദ കമ്പാഷൻ ഓഫ് ജീസസ്, യേശുവിൻ്റെ ദയയെക്കുറിച്ച് പ്രസംഗിക്കുക. അങ്ങനെ ശക്തമൊരു ശബ്ദം. അങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു മിനിറ്റ് 1.5 മിനിറ്റ് അങ്ങ് ശക്തി, എല്ലാ ജനം ആരാധിച്ചുകൊണ്ടിരിക്കുക. അകത്തു നിന്നൊരു ശക്തിയും, ശിഷ്യരാക്കണോ അത്ഭുതം നടത്തണോ? ഉള്ളിൽ നിന്ന് ചെറിയൊരു ശബ്ദം. എന്താ ശബ്ദം വന്നത്? ശിഷ്യരാക്കണോ അത്ഭുതം നടത്തണോ? ഒന്ന് ചോദിച്ചു കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ശിഷ്യരാക്കണമെന്ന് പറഞ്ഞ കാല് ശക്തിയോടെ നിലത്ത് ചവിട്ടിയപ്പോഴത്തേക്ക് അഭിഷേകം അങ്ങ് വിട്ടുപോയി. ഞാൻ നോർമലായി. അഭിഷേകം എന്ത് ചെയ്തു? വിട്ടുപോയി. അപ്പോൾ എന്നിൽ വന്ന അഭിഷേകം എന്തായിരുന്നെന്നറിയാമോ? ഈ 10 കൊമ്പും 7 തലയുള്ള ആ മൃഗത്തിൻ്റെ അഭിഷേകമായിരുന്നു. എൻ്റെ മേൽ വന്നതെങ്ങനെയാണ്? ഞാൻ ഇത് സ്റ്റേജിൽ ആളുകൾ 10,000-15,000 കൂടുതൽ ആളുകൾ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ സ്റ്റേജിൽ തർജ്ജമ ചെയ്തിട്ട് സഹോദരനുണ്ട് അന്നേരമായി നടക്കുന്നത്. എനിക്ക് മനസ്സിലായത് എന്തായിരുന്നു? ദൈവം അനുവദിച്ച ഒരു പരീക്ഷയായിരുന്നു. ഈ സഹോദരി എഴുന്നേറ്റ് ഓടിയപ്പോൾ എനിക്കൊരു സന്തോഷം വന്നു. അപ്പം ഞാൻ ഏതോ ചെയ്തെന്നുള്ളൊരു ചിന്ത വന്നു, അഭിഷേകവും വന്നു. ഇതിനു മുൻപ് എത്ര 5 സ്ഥലത്ത് മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ചെകിടരായിട്ടുള്ളവർ, കുരുടരായിട്ടുള്ളവർ 100 കണക്കിനല്ല. ഒറ്റ മിനിറ്റ് കൊണ്ട് എത്ര മുടന്തർ ഓടിയിട്ടുണ്ട്. അന്നെല്ലാം എനിക്ക് സന്തോഷം വന്നിട്ടില്ല. അന്നെല്ലാം ദൈവമേ, ഈ അയോഗ്യനായ എന്നെക്കൊണ്ട് നീ ഇത് ചെയ്യിക്കുന്നല്ലോ എന്നൊരു ഹൃദയം തകർന്നൊരു കണ്ണുനീരാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്തു വന്നു? ഒരു സന്തോഷം വന്നു. ഞാൻ ഏതോ ചെയ്തല്ലോ എന്നൊരു. അതേ സമയത്ത് എൻ്റെ പുറത്തെ മനുഷ്യനിലേക്ക് എന്താ വന്നത്? ആ അഭിഷേകം അങ്ങ് കയറി വന്നു. അകത്തെ മനുഷ്യനിൽ നിന്ന് എന്താ വന്നത്? ശാന്തമായ ഒരു ശബ്ദം, ശിഷ്യരാക്കണോ അത്ഭുതം നടത്തണം. അന്ന് ഞാൻ അത്ഭുതം നടത്തുന്ന കാര്യത്തിൽ ആ ശബ്ദത്തെ, അകത്തുനിന്ന് വന്ന ആ ശബ്ദത്തെ ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെയും കാണത്തില്ല. വലിയ വലിയ പ്ലെയിനിൽ എപ്പോഴും കറങ്ങിക്കൊണ്ടിരുന്നേനെ.
അപ്പോൾ ഈ ശക്തി എന്നുള്ളതിനെ ഞാൻ വളരെ നേരിട്ടിട്ടുള്ളതാണ്. ഈ 10 കൊമ്പും 7 തലയോട് പല പ്രാവശ്യം മല്ലയുദ്ധം ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ ചേർന്നതാണ് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലെ ആ സ്ത്രീ. അതാണ് വൺ വേൾഡ് റിലീജിയൻ ഇരിക്കുന്നത്. ആ ശക്തി ഇന്ന് സഭകളിൽ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സഭകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. സഭകളെ ആക്രമിച്ച് ഇപ്പോൾ തന്നെ ഉദാഹരണമായി ഞാൻ എൻ്റെ മിടുക്ക് പറയുകയല്ല, കേരളത്തിൽ ഇന്ന് യേശുക്രിസ്തു മാത്രം ദൈവമെന്ന് പൂർണ്ണ വിവരണത്തോടെ എത്രയിടത്ത് പ്രസംഗിക്കുന്നുണ്ട്. യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പ്രസംഗിക്കുന്നുണ്ട്. യേശുക്രിസ്തു മാത്രം ദൈവം എന്നെത്രയിടത്ത് പ്രസംഗിക്കുന്നുണ്ട്. യേശുക്രിസ്തു മാത്രം ദൈവം എന്ന് അങ്ങനെ പ്രസംഗിക്കുകയാണെങ്കിൽ ഇന്ന് ഇത്രയും കാണുന്ന ഹിന്ദുക്കളുടെ ഉണർവൊന്നും ഉണ്ടാകില്ല. ആ കോട്ടകളൊക്കെ തകരുമായിരുന്നു. അപ്പോൾ സാത്താൻ ഇതിനകത്ത് കയറി ആരാധനയും അത്ഭുതങ്ങളുമായി കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് 2 തെസ്സലോനിക്കർ 2:7 മുതൽ കീഴ്പോട്ട് വായിക്കുമ്പോൾ സത്യത്തെ അനുസരിക്കാൻ അവർക്ക് മനസ്സിലായതുകൊണ്ട് ദൈവം പോഷ്കിൻ്റെ ആത്മാവിനെ അവർക്ക് അയച്ചു കൊടുത്തിരിക്കുക. കാരണം സത്യം അറിയണം. അപ്പോൾ ഇതിൻ്റെ മധ്യത്തിൽ ദൈവം ഇത് അനുവദിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? യഥാർത്ഥ സത്യം അറിയേണ്ടവർ ആത്മാവിൽ കൂടെ സത്യത്തെ മനസ്സിലാക്കി അതിനുവേണ്ടി വേർതിരിയും. യഥാർത്ഥമായ മനസാക്ഷിയിൽ കൂടെ സത്യത്തെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ അത്ഭുതങ്ങളോ അതൊന്നും കണ്ടാൽ അവർക്ക് തൃപ്തി വരത്തില്ല. ജീവൻ്റെ വചനം അവർക്ക് വേണം, ജീവൻ്റെ വചനം. പക്ഷേ അങ്ങനെയുള്ളൊരു കൂട്ടം വളരെ ചുരുക്കമേ ഉള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, യേശുവിലൂടെ എത്രയോ വലിയ പുരുഷാരമുണ്ടായിരുന്നു, എന്നാൽ അവരെല്ലാം പോയി.